Hallo Arshad, guten Morgen. Guten Morgen. Yeah. So let's start with today's session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുന്നേ നമുക്കൊരു പുതിയ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അഡ്ജക്റ്റീവിന്റെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായിരുന്നു ഒരു അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ? വാട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻ എന്താണ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ? Good man എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അത് good adjective. Once again, knock in one. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ മതിയോ? Yeah, sure. Good man. Yeah, good man എന്നുള്ളതിൽ ഗുഡ് എന്നുള്ളതാണ് അവിടുത്തെ എന്ത് Adjective. അഡ്ജക്റ്റീവ്. ഈ ഗുഡ് മാൻ എന്നുള്ള അവിടുത്തെ ഗുഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? ആ മാനിനെ ഒന്നുകൂടെ നന്നാക്കി പറയാം. യെസ്, വെരി ഗുഡ്. മാൻ എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്? അഡ്ജക്റ്റീവ്. സോ Adjective. അഡ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻ എന്താണ്? നൗൺസിനെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ആര്? അഡ്ജക്റ്റീവ് എന്നുള്ളത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇയാൾ പറഞ്ഞ ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവ്, ഏതൊരു അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ അതിന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 3 ഡിഗ്രീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, അതിന്റെ ഒറിജിനൽ ഫോം ആണ് എന്ത്? ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവിന്റെ ഒറിജിനൽ ഫോം ആണ് എന്ത്? ഗുഡ് എന്നുള്ളത് അല്ലെ? പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂൺ ഫോം ആണ് ഗുഡ് എന്നുള്ളത്. ഇനി അതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഗുഡ് എന്നുള്ളതിന്റെ കോമ്പറാറ്റീവ് ഫോം, സെക്കൻഡ് ഫോം ആണ് എന്ത്? ബെറ്റർ. ഗുഡ് എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും? ബെറ്റർ എന്നാവും. ഓക്കെ, ഇനി അതൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് നമുക്ക് പറയണമെങ്കിൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ് എന്നാവും. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇങ്ങനെ ഏതൊരു അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ എല്ലാ അഡ്ജക്റ്റീവിനും 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ്സ് പോസിറ്റീവ് അല്ലെങ്കിൽ ഗുഡ് ഫോം. എന്താണോ ഒരു അഡ്ജക്റ്റീവിന്റെ ഒറിജിനൽ ഫോം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഫോം ഏതാണോ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് ഒരു ഗുഡ് ഫോം എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോം ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫോം ആണ് ഇത് കോമ്പറാറ്റീവ്. ജർമ്മനിൽ നമ്മൾ അഡ്ജക്റ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സെക്കൻഡ് ഫോമിന് നമ്മൾ പറയുന്നത് കോമ്പറാറ്റീവ്. തേർഡ് ഫോം ആണ് സൂപ്പർലാറ്റീവ്. സൂപ്പർലാറ്റീവ്. ഓക്കെ, സോ നോ മാറ്റർ വാട്ട്, എല്ലാ അഡ്ജക്റ്റീവിനും 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് ഓർ ഗ്രൂൺ ഫോം, സെക്കൻഡ് വൺ ഇസ് comparative, and third one is superlative. Okay, ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ആൻഡ് ഗ്രൂൺ ഫോം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു അഡ്ജക്റ്റീവ് എടുത്താലും അതിന്റെ ഒറിജിനൽ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂൺ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരു അഡ്ജക്റ്റീവിന്റെ കോമ്പറാറ്റീവ് ഫോം എന്താണ്, എന്താണ് കോമ്പറാറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, യാ, സോ നീരജ്. Yes. ഓക്കെ, സോ വി ആർ ഡിസ്കസിങ്. നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അഡ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ Describe it. ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? അഡ്ജക്റ്റീവ് എന്നുള്ളത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സിന്റെ 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. ഓക്കെ, ഏതൊരു അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ അതിന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂൺ ഫോം. ദാറ്റ് ഇസ് എന്താണോ അഡ്ജക്റ്റീവിന്റെ, ഏതൊരു അഡ്ജക്റ്റീവിന്റെയും ഒറിജിനൽ ഫോം, ആ ഒറിജിനൽ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂൺ ഫോം എന്ന് പറയുന്നത്. ഇനി അതിന്റെ സെക്കൻഡ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് കോമ്പറാറ്റീവ് എന്നുള്ളത്. കോമ്പറാറ്റീവ്. ആൻഡ് തേർഡ് ഡിഗ്രി ആണ് സൂപ്പർലാറ്റീവ്. സോ അഡ്ജക്റ്റീവിന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണെങ്കിൽ പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ്. അപ്പൊ പോസിറ്റീവ് എന്താണെന്ന് നമുക്കറിയാം, ഒറിജിനൽ ഫോം ആണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവിന്റെ കോമ്പറാറ്റീവ് ഫോം എന്താണ്, എങ്ങനെയാണ് ജർമ്മനിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. സോ ലെറ്റ്സ് സീ.
കോമ്പറാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊരു അഡ്ജക്റ്റീവിന്റെയും കോമ്പറാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, രണ്ട് തിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ താഴെ കുറച്ച് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഷീ ഈസ് ബെറ്റർ ദാൻ മീ. ഷീ ഈസ് ബെറ്റർ ദാൻ മീ. ഇവിടെ എന്താണ് ബെറ്റർ എന്നുള്ളതിന്റെ ഗ്രൂൺ ഫോം എന്താണ്? പോസിറ്റീവ് ഫോം. ഇംഗ്ലീഷിൽ ഒറിജിനൽ ഫോം എന്താണ്? ഗുഡ്. ഗുഡ് എന്നുള്ളതാണ്. സോ അതിന് കോമ്പറാറ്റീവ് ഫോം ആണ് ബെറ്റർ എന്നുള്ളത്. സോ മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ ഇവിടെ ഷീ എന്നുള്ളതിനെയും മീ എന്നുള്ളതിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെറ്റർ എന്നുള്ള കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മൈ സിസ്റ്റർ ഇസ് സ്മാർട്ടർ ദാൻ മീ. മൈ സിസ്റ്റർ ഇസ് സ്മാർട്ടർ ദാൻ മീ. സ്മാർട്ടർ എന്നുള്ളതിന്റെ ഗ്രൂൺ ഫോം എന്താണ്? ബ്ലൂ. സ്മാർട്ട് എന്നുള്ളതാണ്. സോ ഇവിടെ മൈ സിസ്റ്റർ എന്നുള്ളതിനെയും മീ എന്നുള്ളതിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ടർ എന്നുള്ള കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്തിട്ടുള്ളത്. സോ കോമ്പറാറ്റീവിന്റെ മെയിൻ യൂസേജ് എന്താണ്? രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജർമ്മനിൽ കൂടുതൽ ശതമാനം അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവ് ഫോം എങ്ങനെയാ വരുന്നത് വെച്ചാൽ എൻഡിൽ നമ്മൾ ഒറിജിനൽ അതിന്റെ പോസിറ്റീവ് ഫോമിന്റെ എൻഡിൽ നമ്മൾ ER ആഡ് ചെയ്യും. ഓക്കെ, ഇംഗ്ലീഷിലും അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സിന് വരുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദാറ്റ് ഇസ് 90% അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവ് ഫോം ഇസ് ലൈക്ക് അഡ്ജക്റ്റീവിന്റെ എൻഡിൽ നമ്മൾ ER ആഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നത് ചീപ്പ് എന്നുള്ളതിന് നമ്മൾ പോസിറ്റീവ് ഫോം ഇസ് ബില്ലിഷ്. നമ്മൾ ജർമ്മനിൽ ബില്ലിഷ് എന്ന് പറയും. അതിന്റെ കോമ്പറാറ്റീവ് ഫോം എങ്ങനെയാ വരുന്നത്? ബില്ലിഷർ. ബില്ലിഷർ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്ത് കൊടുത്തു? ER ആഡ് ചെയ്ത് കൊടുത്തു. ബില്ലിഷ് എന്നുള്ളത് ബില്ലിഷർ എന്നായി. ഇനി നൈസ് എന്നുള്ളതിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് നെറ്റ് എന്നാണ്. നെറ്റ്. നെറ്റ് എന്നുള്ളതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് നെറ്റർ. നെറ്റർ. അവിടെയും നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുത്തു? ER ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വൺ ലൗഡ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ലൗട്ട് എന്നാണ്. ലൗട്ട്. ഓക്കെ, അതിന്റെ കോമ്പറാറ്റീവ് ഫോമും വരുന്നത് എങ്ങനെയാണ്? ലൗട്ടർ. ലൗട്ടർ. നമ്മൾ ER ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ജർമ്മൻ അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവ് ഫോം ഇസ് ലൈക്ക് എൻഡിൽ നമ്മൾ ER ആഡ് ചെയ്ത് കൊടുക്കും. സ്റ്റിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ജർമ്മൻ. ജർമ്മനിൽ എക്സെപ്ഷൻ വിട്ടൊരു കളിയില്ല. എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലും എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, എക്സെപ്ഷൻസ് കൂടുതൽ വരുന്നത് മോണോസിലബിക് അഡ്ജക്റ്റീവ്സിലാണ്. എന്താണ് മോണോസിലബിക് അഡ്ജക്റ്റീവ്സ്? മോണോസിലബിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിലബിൾ ഉള്ളത്. ജസ്റ്റ് വൺ സിലബിൾ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോസിലബിക് എന്ന് പറയുന്നത്. ഈ മോണോസിലബിക് അഡ്ജക്റ്റീവ്സിലാണ് കൂടുതലും എന്ത് വരുന്നത്? എക്സെപ്ഷൻസ് വരുന്നത്. എക്സെപ്ഷന്റെ ഫസ്റ്റ് വൺ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഗുഡ് എന്നുള്ളത്. ഗുഡ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ജർമ്മനിൽ അതിന്റെ കോമ്പറാറ്റീവ് വിൽ ബി ബെസർ. ജസ്റ്റ് ലൈക്ക് ഇംഗ്ലീഷ് ഇറ്റ്സെൽഫ്. ഇംഗ്ലീഷിൽ ഗുഡിന്റെ കോമ്പറാറ്റീവ് എന്താണ്? ബെറ്ററും ബെസ്റ്റും. ബെറ്ററും ബെസ്റ്റും ആണ്. കോമ്പറാറ്റീവ് ഇസ് ബെറ്റർ, സൂപ്പർലാറ്റീവ് ആണ് ബെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇംഗ്ലീഷ് പോലെ തന്നെ ഗുഡ് എന്നുള്ളതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് ബെസർ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യങ് എന്നുള്ളതിന് നമ്മൾ യുങ് എന്ന് പറയും. യുങ് എന്നതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് യുങ്ങർ. യുങ്ങർ. ഇവിടെ എന്താ ഡിഫറൻസ് വന്നത്? ഉംലൗട്ടിന്റെ. ഉംലാവ് വന്നു അല്ലെ? മറ്റേതിൽ മാത്രമേ ഉള്ളുവായിരുന്നു. ബട്ട് ഇവിടെ ഉംലാവ് എന്ന് വന്നു. നെക്സ്റ്റ് വൺ മച്ച് എന്നുള്ളതിന് നമ്മൾ ഫീൽ എന്ന് പറയും. ഇനി മോർ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? മേർ എന്ന് പറയും. ഓക്കെ, മേർ എന്ന് പറയും. ക്ലിയർ ആയോ? സോ ഇതാണ് എക്സെപ്ഷൻസ് വരുന്നത്. സോ വൺസ് അഗെയിൻ ഇത്ര കാര്യങ്ങൾ നോക്കാം. കോമ്പറാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനാണ്. ജർമ്മനിലെ 90% ഓഫ് അഡ്ജക്റ്റീവിന്റെയും കോമ്പറാറ്റീവ് ഫോം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് ER അറ്റ് ദി എൻഡ് ഓഫ് അഡ്ജക്റ്റീവ്. ഓക്കെ, സ്റ്റിൽ ജർമ്മൻ ആണ്. അതിന് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ കൊടുത്ത സെന്റൻസ് നോക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്ത സെന്റൻസ് എന്താണ്? ഷീ ഈസ് ബെറ്റർ ദാൻ മീ. അതുപോലെ തന്നെ മൈ സിസ്റ്റർ ഈസ് സ്മാർട്ടർ ദാൻ മീ. ഇവിടെ കോമ്പറാറ്റീവിന്റെ കൂടെ നമ്മൾ ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ്? രണ്ട് സെന്റൻസിലും കോമൺ ആയിട്ടൊരു സാധനമുണ്ട്. എന്തായിരുന്നു? ദാൻ. ദാൻ എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ കമ്പയർ ചെയ്യാൻ നമുക്ക് കോമ്പറാറ്റീവിൽ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ കോമ്പറാറ്റീവ് ഫോമിന്റെ കൂടെ ദാൻ എന്നുള്ളതും കൂടെ ആവശ്യമുണ്ട്.
ഓക്കെ, നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ ദാൻ എന്നുള്ള പ്രപ്പോസിഷനും കൂടെ ആവശ്യമുണ്ട്. സെയിം അതുപോലെ തന്നെ ജർമ്മനിലും നമുക്ക് അങ്ങനെ ഒരു പ്രപ്പോസിഷൻ വേണം. അതുകൊണ്ട് തന്നെ ദാനിന് പകരം നമ്മൾ ജർമ്മനിൽ യൂസ് ചെയ്യുന്നതാണ് ആൾസ് എന്നുള്ള പ്രപ്പോസിഷൻ. ഓക്കെ, ആൾസ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മളത് ഇനിയിപ്പോ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കാം. ഐ ആം ഫാസ്റ്റർ ദാൻ യു. ഐ ആം ഫാസ്റ്റർ ദാൻ യു. ഫാസ്റ്റ് എന്നുള്ളതിന് നമ്മൾ ഷ്നേൽ എന്ന് പറയും. അതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് ഷ്നേലർ. ഷ്നേലർ. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്? ഐയും യു. ഐ ആൻഡ് യു എന്നുള്ളതിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി, ആദ്യം നമ്മൾ ഇഷ് ബിൻ എന്ന് കൊടുക്കും, പിന്നെ നമ്മൾ കോമ്പറാറ്റീവ് ഫോം കൊടുക്കും, പിന്നെ ദാൻ എന്നുള്ളതിന് നമ്മൾ ആൾസ് കൊടുക്കും, എന്നിട്ട് നമ്മൾ യു കൊടുക്കും. സോറി, ഇഷ് ബിൻ ഷ്നേല ആൾസ് ദു എന്ന് വരും. ഇഷ് ബിൻ ഷ്നേല ആൾസ് ദു. ഈ സെന്റൻസിൽ എന്തുകൊണ്ടാണ് ദു എന്നുള്ളത് വന്നത്? യു എന്നുള്ളടത്ത് നമുക്കറിയാലോ യു എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് അത് ഡു എന്നത്? ഡു എന്നുള്ളത് നമ്മൾ ഏത് കേസിലാണ് യൂസ് ചെയ്യുക? Informal. ഡു എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒബ്ജക്റ്റ് ആവുമ്പോഴാണോ സബ്ജക്റ്റ് ആവുമ്പോഴാണോ? സബ്ജക്റ്റ് ആവുമ്പോ. സബ്ജക്റ്റ് ആവുമ്പോ. പക്ഷെ ഇവിടെ ഇത് സബ്ജക്റ്റ് ആണോ? അല്ല, എന്തുകൊണ്ടാണ് അവിടെ ഡു യൂസ് ചെയ്തത്? ദാൻ കാരുണ്ട്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കോമ്പറാറ്റീവിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഫസ്റ്റ് തിങ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിന്റെ സെയിം കേസ് ആയിരിക്കണം സെക്കൻഡ് തിങ്. ഓക്കെ, ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഐനെയും യുവിനെയും ആണ് അല്ലെ. ഐന്റെ കേസ് എന്താണ് ഇവിടെ? ഐ എന്താണ് ഈ സെന്റൻസിൽ? സബ്ജക്റ്റ്. സബ്ജക്ട്, ദാറ്റ് ഇസ് നോമിനാറ്റീവ്. അതുകൊണ്ട് തന്നെ യുവും നമ്മൾ എങ്ങനെ എഴുതണം? നോമിനാറ്റീവിൽ തന്നെ എഴുതണം. ക്ലിയർ ആയോ? നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുടെയും കേസ് എപ്പോഴും സെയിം ആയിരിക്കണം. കോമ്പറാറ്റീവിൽ എപ്പോഴും നോമിനാറ്റീവ് ആവണമെന്നില്ല. മേ ബി നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആ രണ്ട് കാര്യങ്ങൾ എന്തായിരിക്കാം? അക്യൂസാറ്റീവ് ആവാം, ഡാറ്റീവ് ആവാം, ബട്ട് രണ്ടും സെയിം ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് തിങ്ങിന്റെ കേസ് ഏതാണോ അത് തന്നെ ആയിരിക്കണം സെക്കൻഡ് തിങ്ങിന്റെയും കേസ്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ വന്നത്? ഇഷ് ബിൻ ഷ്നേല ആൾസ് ദു എന്ന് വന്നത്. ഓക്കെ, ഇഷും ദൂവും വന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓഡി ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഫോക്സ് വാഗൻ എന്നാണ്. ഓഡി ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഫോക്സ് വാഗൻ. എക്സ്പെൻസീവ് എന്നുള്ളതിന് നമ്മൾ ടോയർ എന്ന് പറയും. ടോയർ. ഓക്കെ, ഇനി അതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് ടോയറർ. അപ്പൊ എങ്ങനെയായിരിക്കും സെന്റൻസ് വരിക? ആദ്യം നമ്മൾ ഓഡി കൊടുക്കും, പിന്നെ ഇസ്ത് വരും. ദാൻ എന്നുള്ളതിന് ഓഡി ഇസ്റ്റ് ടോയറർ ആൾസ് ഫോക്സ് വാഗൻ എന്ന് വരും. ഓഡി ഇസ്റ്റ് ടോയറർ ആൾസ് ഫോക്സ് വാഗൻ. പക്ഷെ ഇവിടെ ഇഷ്യൂ വരില്ലല്ലോ. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ രണ്ടും പേരാണ്. പേരാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. സ്റ്റിൽ തിങ്ക് ചെയ്താൽ എന്താണ്? ഓഡിയാണ് ഈ സെന്റൻസിലെ നോമിനാറ്റീവ്. സോ ഫോക്സ് വാഗനും എന്തായിരിക്കും? നോമിനാറ്റീവ് തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ സിറ്റി ഹാംബൂഗ് ഈസ് ബിഗർ ദാൻ വൂപ്പർട്ടാൽ എന്നാണ്. ദ സിറ്റി ഹാംബൂഗ് ഈസ് ബിഗർ ദാൻ വൂപ്പർട്ടാൽ. സിറ്റി എന്നുള്ളതിന് നമ്മൾ ദി സ്റ്റാർട്ട് എന്ന് പറയും. ദി സ്റ്റാർട്ട്. ബിഗിന് നമ്മൾ ഗ്രോസ് എന്ന് പറയും. ബിഗർ എന്നുള്ളതിന് ഇറ്റ് വിൽ ബി ഗ്രോസർ. ഗ്രോസർ. സോ അതെങ്ങനെയായിരിക്കും വരിക? Die Stadt Hamburg ist größer als Wuppertal. Die Stadt Hamburg ist größer als Wuppertal എന്ന് വരും. ഇനി നെക്സ്റ്റ് വൺ, യു ആർ സ്മാർട്ടർ ദാൻ മീ എന്നാണ്. യു ആർ സ്മാർട്ടർ ദാൻ മീ. സ്മാർട്ട് എന്നുള്ളതിന് നമ്മൾ ഷ്ലൗ എന്ന് പറയും. സ്മാർട്ടർ എന്നാകുമ്പോൾ കോമ്പറാറ്റീവ് ഫോം വിൽ ബി ഷ്ലൗവർ. ഷ്ലൗവർ. സോ എന്തായിരിക്കും വരിക? ഇതിൽ എന്തിനൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? You and me. യു ആൻഡ് മീ. യുടെ യു ആ സെന്റൻസിൽ എന്താണ്? Nominative. Nominative subject. നോമിനാറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരായിട്ടാണ്? Me ആയിട്ട്. മീ. അപ്പൊ മീയുടെ കേസ് എന്തായിരിക്കും? Nominative. നോമിനാറ്റീവ് ആയിരിക്കും. യുവും മീയും നമ്മൾ എങ്ങനെ കൊടുക്കണം? നോമിനാറ്റീവ് എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ദു ബിസ്റ്റ് ഷ്ലൗവർ ആൾസ് ഇഷ് എന്ന് വരും. ദു ബിസ്റ്റ് ഷ്ലൗവർ ആൾസ് ഇഷ് എന്ന് വരും. ഒരിക്കലും നിങ്ങൾ തെറ്റിയിട്ട് പോലും എന്ത് കൊടുക്കരുത്? മിഷ് എന്ന് കൊടുക്കരുത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം.
ക്ലിയർ ആയോ ഇത്ര കാര്യങ്ങൾ? Yes. ഇനി ഒരു കുഞ്ഞു പോയിന്റ് കൂടെ നമുക്ക് ഇതിൽ നോട്ട് ചെയ്യാനുണ്ട്. നമുക്കറിയാം നമ്മൾ ഇംഗ്ലീഷിൽ കോമ്പറാറ്റീവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് മോർ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മോർ ബ്യൂട്ടിഫുൾ, മോർ സ്മാർട്ടർ, അല്ലെങ്കിൽ മോർ ഡേഞ്ചറസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യലുണ്ട് അല്ലെ? പക്ഷെ ജാമലില് നമുക്ക് ഒരിക്കലും രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മോർ എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെ മോർ എന്നുള്ളത് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഒരു അഡ്ജക്റ്റീവിന്റെ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് പറയുന്നതാണ് മോർ ഡേഞ്ചറസ് എന്നുള്ളത്. മോർ ഡേഞ്ചറസ് ഈ സാധനം എന്ത് ജാമലില് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഒരിക്കലും ഡേഞ്ചറസ് എന്നുള്ളതിന് നമ്മൾ ഗെഫേർലിഷ് എന്ന് പറയും, മോർ എന്നുള്ളതിന് നമ്മൾ മേർ എന്ന് പറയും. നമുക്ക് ഒരിക്കലും മേർ ഗെഫേർലിഷ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്യുക? ഗെഫേർലിഷിന്റെ കോമ്പറാറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഗെഫേർലിഷർ എന്ന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പവർഫുൾ എന്നുള്ളതിന് നമ്മൾ ക്രേഫ്റ്റിഷ് എന്ന് പറയും. സോ നമുക്ക് മോർ പവർഫുൾ എന്നുള്ളതിന് ഒരിക്കലും മേർ ക്രേഫ്റ്റിഷ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ പറയണ്ടേ? ക്രേഫ്റ്റിഷ്. ക്രേഫ്റ്റിഷ് എന്നുള്ളതിന്റെ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് നമുക്കറിയാം ഷോൺ എന്ന് പറയും. ഒരിക്കലും നമുക്ക് പോയിട്ട് മേർ ഷോൺ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തായിരിക്കും പറയാ? ഷോണർ. ഷോണർ. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു എക്സാമ്പിൾ എടുക്കാം, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് ഒരിക്കലും എന്തിൽ പറയാൻ പറ്റില്ല? ജർമ്മനിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ജർമ്മനിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ എന്നുള്ളത്? പെട്ടെന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്. She is there. There വേണോ? There വരില്ല. She is Shona. Shona Sie ist. als Shona als ish. Yeah, sehr gut. Sie. Super. Sie. Sie ist Shona als mich എന്ന്, sorry, ish Mish. എന്ന് വരും. Sorry, 1 second, just wait. Yeah. Sie ist Shona als ish എന്ന് വരും. Sehr gut. അപ്പൊ മനസ്സിലായോ? ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് കോമ്പറാറ്റീവിൽ വരുന്നത്. സോ നമുക്ക് എല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ നോക്കിയിരുന്നത് നമ്മുടെ അഡ്ജക്റ്റീവ്സിന്റെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. അതിന് മുന്നേ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് നോക്കി. അഡ്ജക്റ്റീവ് എന്താണ്? നമ്മൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഏതൊരു അഡ്ജക്റ്റീവിനും 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂൺ ഫോം, സെക്കൻഡ് വൺ ഇസ് കോമ്പറാറ്റീവ്, ആൻഡ് തേർഡ് വൺ ഇസ് സൂപ്പർലാറ്റീവ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോമ്പറാറ്റീവ് ഫോം ആണ്. കോമ്പറാറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. ജർമ്മനിൽ മിക്ക അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവ് ഫോം വരുന്നത് എൻഡില്, അഡ്ജക്റ്റീവിന്റെ എൻഡിൽ നമ്മൾ ER ആഡ് ചെയ്ത് കൊടുക്കും. എന്നാലും നമുക്കറിയാം ജർമ്മൻ ആണ്, എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് എക്സെപ്ഷണൽ അഡ്ജക്റ്റീവ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് ഏതൊരു ഒരു കോമ്പറാറ്റീവ് അഡ്ജക്റ്റീവിന്റെ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്ത് സെന്റൻസ് എഴുതുമ്പോൾ നമുക്ക് വേറൊരാളുടെ ആവശ്യം കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് ദാൻ എന്നുള്ളതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ആൾസ് എന്ന് പറയും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്, നമ്മൾ കോമ്പറാറ്റീവിൽ യൂസ് ചെയ്ത ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുടെയും കേസ് സെയിം ആയിരിക്കണം. ഇപ്പൊ ഫസ്റ്റ് കമ്പയർ ചെയ്യുന്ന തിങ് നോമിനാറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് തിങ്ങും എന്തായിരിക്കണം? നോമിനാറ്റീവ് ആയിട്ട് മാറണം. അതുപോലെ തന്നെ ഫസ്റ്റ് കമ്പയർ ചെയ്യുന്ന തിങ് അക്യൂസാറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് തിങ്ങും എന്തായിരിക്കണം? എന്തായിരിക്കണം? യാ, അതുപോലെ തന്നെ ഫസ്റ്റ് തിങ് ഡാറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് തിങ് എന്തായിരിക്കണം? ഡാറ്റീവ് വരും. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, കോമ്പറാറ്റീവിൽ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും മേർ യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് മോർ യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെ മോർ പ്ലസ് അഡ്ജക്റ്റീവ് വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോമ്പറാറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഞാനൊരു ചാർട്ട് അയക്കുന്നുണ്ട്. ആ ചാർട്ടില് വരുന്നത് ഓക്കെ. സോ നിങ്ങളുടെ എക്സസൈസ് വരുന്നത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില്
നിങ്ങൾക്ക് ഞാനിപ്പോൾ അയച്ച ചാർട്ടിൽ നിന്ന് നിങ്ങൾ അഡ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് കണ്ടെത്തണം ആൻഡ് അതിന്റെ കോമ്പറാറ്റീവ് ഫോമും കണ്ടെത്തണം. ഓക്കെ, ബിക്കോസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും. നിങ്ങൾ ആ ചാർട്ടിൽ നിന്ന് കണ്ടെത്തണം ഏതാണ് അഡ്ജക്റ്റീവ് എന്നുള്ളതും അതിന്റെ കോമ്പറാറ്റീവ് ഫോം. ഓക്കെ, പെട്ടെന്ന് ചെയ്തേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്.
Okay, guys, completed. Done. Completed. Neeraj and Arshad. ഇല്ല. Okay, fine.
Okay, guys, now completed. Done. Yes. Okay, so let's discuss. Yeah, Neeraj, first one. Mein Haus ist größer als dein Haus. Yeah, sehr good. Mein Haus ist größer als dein Haus. ഇവിടെ മൈൻ ഹൗസ് എന്നുള്ളത് നോമിനാറ്റീവ് ആണ്. ദാറ്റ്സ് വൈ ദൈൻ ഹൗസ് എന്നുള്ളതും നമ്മൾ നോമിനാറ്റീവ് തന്നെ എഴുതാം. ഇനി സെക്കൻഡ് വൺ അർഷദ്. iPhone is teurer als Samsung. Yeah, iPhone is teurer als Samsung. Sehr good. ഇനി തേർഡ് വൺ നീരജ്. Deutschland ist harter harter als Französisch. ഓക്കെ, തേർഡ് വൺ ആയിരുന്നു. സ്റ്റിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഡോയ്ച്ച്ലാൻഡ് അല്ല, ജർമ്മനി അല്ല പറഞ്ഞത്, ജർമ്മൻ ആണ്. സോ ഇറ്റ് വിൽ ബി Oh, sorry, ഡോയ്ഷ്. Deutsch. ഡോയ്ഷ് Deutsch. ഇസ് ഹാർട്ടർ അല്ലെങ്കിൽ സ്വീഡിഷ് എന്നൊക്കെ പറയാം. ഹാർട്ടർ ആൾസ് ഫ്രാൻസോസിഷ്. ഫ്രാൻസോസിഷ്. I know him. Okay, ഞാൻ ഒരെണ്ണം വിട്ടു. ദാറ്റ്സ് Sorry. ഫൈൻ, ദാറ്റ്സ് ഫൈൻ. അർഷദ് തേർഡ് വൺ പറഞ്ഞോളൂ. Ich kenne ihn besser als dich. Yeah, very good. Ich kenne ihn besser als dich. ഇവിടെ നമ്മൾ ഹിമ്മും യു ആണ് കമ്പയർ ചെയ്യുന്നത്. ഹിം എന്നുള്ളത് അക്യുസാറ്റീവ് ആയതുകൊണ്ട് യു എന്നുള്ളത് നമ്മൾ അക്യുസാറ്റീവിൽ എഴുതണം. സോ ഇറ്റ് വിൽ ബി ich kenne ihn besser als dich. Very good. Fifth one, Neeraj. Ist besser als ich. Yeah, ist besser als ich എന്ന് വരും. Very good. Next one, Arshad. Sixth one അല്ലേ? Yeah, sixth one. Ich glaube ihn mehr als dich. Ich glaube കഴിഞ്ഞിട്ട് എന്താ വന്നത്? In. ഈനാണോ? Yes. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. I I H M. IHM ആണോ N ആണോ? N ആണ്. N ആണോ? ഗ്ലൗബൻ Yeah. എന്നുള്ളത് എന്ത് വേർബാ? Oh, sorry. Dative. Sorry. ഡാറ്റീവ് ആകുമ്പോ ഹിം എന്നുള്ള എങ്ങനെയാ പറയാ? Ihm. ഈം എന്ന്. അപ്പൊ യു എന്നുള്ളത് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാ? Dia. Dish. ഡിഷ് അക്യുസാറ്റീവ് ആണ്. Okay. Dia എന്ന് എഴുതും. ഡിയർ എന്ന് എഴുതും, ഡിയർ. സോ ഇറ്റ് വിൽ ബി ich glaube ihm mehr als dir. ഇനി Okay. നീരജ്, നെക്സ്റ്റ് വൺ. Sie lieber ihn als du. മേ ആൾസ്, മോർ എന്നുള്ളതിന് മേർ എന്ന് പറയും. ഇവിടെ മോർ മാത്രമാണ് ഈ സെന്റൻസിൽ അഡ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് മോർ മെൻഷൻ ചെയ്യണം. ഓക്കെ, മേർ ആൾസ്. ഓക്കെ, വൺ സെക്കൻഡ്, ആ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞേ. Sie lieber ihn als du എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ സി എന്നുള്ളതിന്റെ കൂടെ ഷീ എന്നുള്ളതിന്റെ കൂടെ ലീബൻ എങ്ങനെയായിരിക്കും വരിക? ലീബ എന്നാണോ വരിക എർസിയസിന്റെ കൂടെ? അല്ല, ഞാൻ LIEPER ഇട്ടോടെ മോർ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീപ്റ്റ വരാ. ലീപ്റ്റ് വരും. സി ലീപ്റ്റ് എന്ന് വരും. ഈൻ. ഈൻ. ദെൻ പറയൂ, കണ്ടിന്യൂ. മോർ എന്നുള്ളതിന് നമ്മൾ മേർ കൊടുക്കും. ഇവിടെ മോർ മാത്രമാണ് സെന്റൻസിൽ അഡ്ജക്റ്റീവ്. മേർ ആൾസ് ഡു ആണ് വരിക. ഇവിടെ എന്തിനൊക്കെയാ നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഷീ ലവ്സ്. ആരൊക്കെയാ കമ്പയർ ചെയ്യുന്നത്? ഹിമ്മും യു. ഹിം ഏതാ കേസ് വരുന്നത്? ഹിമ്മ നമ്മൾ എങ്ങനെ എഴുതിയത്? അപ്പം യു എങ്ങനെ വരും? ഡിഷ് എന്ന് വരും. Sie liebt ihn mehr als dich എന്ന് വരും. Okay? Yeah. Last one, Arshad. Sein Vater ist freundlicher als er. Yeah, sein Vater ist freundlicher als er എന്ന് വരും. Sehr good. ഇവിടെ ഹിസ് ഫാദറിനെയും ഹിമ്മിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഹിസ് ഫാദർ എന്തായി? നോമിനാറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹിം എന്നുള്ളതും നമ്മൾ നോമിനാറ്റീവ് തന്നെ എഴുതണം. സോ ഇറ്റ് വിൽ ബി sein Vater ist freundlicher als er എന്ന് വരും. Yeah? Okay. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കോമ്പറാറ്റീവിൽ വരുന്നത്. നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം.
ഫസ്റ്റ് മുതൽ നമ്മൾ അഡ്ജക്റ്റീവിന്റെ 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആയിരുന്നു പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? Grundform, comparative, superlative. പോസിറ്റീവ് ഓർ ഗ്രൂപ്പ് ഫോം, കോമ്പറാറ്റീവ് ആൻഡ് സൂപ്പർലാറ്റീവ്. കോമ്പറാറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? Compare to things. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോമ്പറാറ്റീവ്. ജർമ്മനിലെ 90% അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവിന്റെ എൻഡിങ് എന്താണ്? ER എൻഡിങ് ആണ്. പക്ഷേ എക്സെപ്ഷൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എപ്പോഴായിരുന്നു എക്സെപ്ഷൻസ് വരാറ്? Single മോണോസിലബിക് അതെ. മോണോസിലബിക് അഡ്ജക്റ്റീവിന്റെ കൂടെ. ദാൻ എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു ജർമ്മനിൽ യൂസ് ചെയ്യാറ്? ആൾസ് എന്ന് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് തിങ്ങിന്റെയും കേസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. നമുക്ക് ജർമ്മനിൽ മോർ പ്ലസ് വേറെ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം നമ്മൾ ഏത് ഫോമാ യൂസ് ചെയ്യുക? Comparative form. Comparative form. Comparative. German it is comparative. Okay. ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് one second. ഓക്കെ, സോ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഹോംവർക്ക് ഞാൻ അയക്കാം. ആൻഡ് നാളെ ക്ലാസ് വെച്ചാൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? ഈ വീക്ക് നമ്മളൊരു സെഷൻ എടുത്തിട്ടുള്ളൂ. സോ നാളെ വെച്ചാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൺഫേം ചെയ്തിട്ട് രാത്രി ആകുമ്പോഴേക്കും ഞാൻ അറിയിക്കാം. ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ രാത്രി മെസ്സേജ് അയക്കും. ആൻഡ് ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഹോംവർക്ക് ഞാൻ അയക്കാം. കംപ്ലീറ്റ് ദാറ്റ് ബിഫോർ ടുമോറോ സെഷൻ. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. Thank you. Okay then. Cheers.